ഗുഡ് ഈവനിങ്. എൻ്റെ ഫേവററ്റ് സബ്ജക്റ്റ് ആണിത്. കുറച്ച് ഞാനൊരു ഇമോഷണലി കുറച്ച് എന്താ പറയാ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം വേറൊന്നുമല്ല, ഈ കേസ് തന്നെയാണ്. 29-ാം തീയതി കൊടുത്ത കേസ് പത്രത്തിലും ടി വിയിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ വീണ ആറ്റം ബോംബിന്റെ ചില പ്രശ്നങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ കുറച്ച് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്. എന്നാലും ഞാൻ എന്താ പറയാ നന്നായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഞാനത് ഈ കേസ് മാത്രമല്ല, ഖുറാൻ സുന്ന സൊസൈറ്റി മുസ്ലിം വ്യക്തി നിയമത്തിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഭരണഘടനാ അനുസൃതമായി പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് കേരള ഹൈക്കോർട്ടിൽ നിന്ന് നമുക്കതിനൊരു പരിഹാരം കിട്ടാതിരിക്കുകയും സുപ്രീം കോടതിയിൽ നിലവിൽ ആ കേസ് പോയിട്ടുണ്ട്. അപ്പം ആ കേസിന്റെ ഒരു ഹിസ്റ്ററി എന്താന്ന് വെച്ചാല്, ഖുറാൻ സുന്ന സൊസൈറ്റിയാണ് അത് ആദ്യമായിട്ട് കൊടുത്തത്. അതിനകത്ത് നമ്മുടെ ഈ അടുത്ത് മരിച്ച ആനക്കയം സെയ്ദ് മുഹമ്മദ് കക്ഷിയായിരുന്നു. പുള്ളി ഹ്യൂമനിസ്റ്റ് സെന്ററിന് വേണ്ടിയാണ് കക്ഷി ചേർന്നിരുന്നത്. പിന്നെ കാപ്പാട് നിന്നൊരു CB അബ്ദുൽ സലാം, MC റാബിയ, അതായത് അബ്ദുൽ അലി മാഷിന്റെ ഭാര്യ, ഈ പുസ്തകം എഴുതിയ ആളാണ് അബ്ദുൽ അലി മാഷ്. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ഒരു സമഗ്ര പഠനം എന്ന് പറഞ്ഞിട്ട് ഇപ്പം മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ മുസ്ലിം പേഴ്സണൽ ലോയിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയ അലിമാഷിന്റെ വൈഫ് MC റാബിയ അതിനകത്തൊരു കക്ഷിയായിരുന്നു. പിന്നെ നിസ എന്ന് പറഞ്ഞൊരു മുസ്ലിം സംഘടനയുണ്ട്, അവര് കക്ഷിയായിരുന്നു. അപ്പൊ അതിനകത്താണ് ഈ അടുത്തായിട്ട് ഞങ്ങൾ 7 പേര് കൂടെ അതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്ന സംഭവം മുസ്ലിം പേഴ്സണൽ ലോ, ദി മുസ്ലിം പേഴ്സണൽ ലോ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937, ഇതാണ് സാധനം. അതായത് ഇത് നമുക്ക് നിയമം എന്ന് പറഞ്ഞ് എഴുതപ്പെട്ട നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇത്രയേ ഉള്ളത്. അതായത് എന്തെങ്കിലും ഒരു ആക്ടിനകത്തുള്ള ഒരു സാധനം ഇത്രയാണ്. ബാക്കി ഉള്ള സംഭവങ്ങൾ, അതായത് ഒരു കേസിനകത്ത്, ഒരു മുസ്ലിമിനെ സംബന്ധിക്കുന്ന ഒരു കേസിനകത്ത് വരുന്ന സംഭവങ്ങൾ എവിടെ നിന്നാണ്, മുസ്ലിം പേഴ്സണൽ ലോയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നിയമരൂപേണ കോഡിഫൈഡ് അല്ല. ഒരു കോഡിഫൈഡ് ആക്ടിനകത്താണെങ്കിലാണ് നമുക്ക് അത് കൃത്യമായ കോഡിഫൈഡ് ആക്ടിനകത്ത് നമുക്ക് കൃത്യമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. ഇതൊന്നും തന്നെ കോഡിഫൈഡ് അല്ല. അപ്പോൾ ഇതിനകത്തെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഒരു കേസ് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ജഡ്ജി ഫൈസിയും തയ്യിബിയും പിന്നെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ഒരു മുല്ല എന്ന് പറഞ്ഞ ഒരു കക്ഷിയുണ്ട്, പുള്ളിയാണ് അതിന്റെ ഒരു ആള്. മുല്ലയും ഫൈസിയും തൊയ്യിബിയും എഴുതിയ പുസ്തകങ്ങളെയാണ് ഓരോ ജഡ്ജിമാരും ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഓരോ വ്യക്തികൾ, അതായത് മുസ്ലിം വ്യക്തി നിയമം പഠിച്ചിട്ട് എഴുതുന്ന ഓരോ പുസ്തകങ്ങളെയാണ് ജഡ്ജിമാർ ആശ്രയിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓരോ ജഡ്ജിയുടെയും പേഴ്സണൽ ഡിസ്ക്രിപ്ഷനും ബിലീഫും ഒക്കെ ഈ കേസുകളിൽ വരും. ഓരോ കേസിനെയും അവർക്ക് അവരുടെ ഒരു ഇതനുസരിച്ചായിരിക്കും അവർ ഈ കേസുകൾ ഇത് ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു പ്രാഥമികമായ ഈ ഖുറാൻ സുന്ന സൊസൈറ്റിക്കകത്ത് നമ്മൾ കേസ് പോകുമ്പോൾ ഇത് ഭരണഘടനാ അനുസൃതമായി കോഡിഫൈ ചെയ്ത് കിട്ടണം. കോഡിഫൈ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഭരണഘടനാ സാധുതയെ, അതിനകത്ത് ഏതെങ്കിലും നിയമങ്ങൾ ഭരണഘടനാപരമായി തെറ്റാണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവണമല്ലോ, ഇന്ന നിയമം തെറ്റാണ്, ഭരണഘടനാ അനുസൃതമായി തെറ്റാണെന്ന് ചോദ്യം ചെയ്യാൻ നമുക്കത് കോഡിഫൈ ചെയ്ത് കിട്ടിയാൽ എളുപ്പമാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ. അപ്പോൾ കോഡിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഒരു ആവശ്യം. അപ്പൊ അത് വെച്ചിട്ടാണ് ഖുറാൻ സുന്ന സൊസൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ചേകന്നൂർ മൗലവിയുടെ സൊസൈറ്റിയാണ്. അതായത് പുള്ളി ഹജ്ജിനൊന്നും പോയതല്ല, ആളില്ല, മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. അപ്പോൾ ഭൂമിയിലില്ല അങ്ങനെ ഒരാള്. എന്തായി എന്ന് ആർക്കും അറിയില്ലാത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേകന്നൂരിന്റെ ചരിത്രം. അപ്പോൾ ആ ചേകന്നൂരിന്റെ സൊസൈറ്റിയാണ് ഡോക്ടർ ജലീലാണ് ഈ
ഖുറാൻ സുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ കേസിന് പോയിരിക്കുന്നത്. അപ്പം ആ കേസിനകത്ത് ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ റീസെന്റ് ഈ കഴിഞ്ഞ 29-ാം തീയതി കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് വന്ന ഒരു കേസാണ്. ഞാൻ ഇസ്ലാം മതം വിട്ട ഒരാളാണ്, ഞാൻ എക്സ് മുസ്ലിം ആണ്. അപ്പോൾ ഞാൻ മതം വിടാൻ കാരണം ഈ മെയിനായിട്ടും മുസ്ലിം വ്യക്തി നിയമത്തിനകത്തുള്ള എനിക്ക് നീതിക്ക് യുക്തമല്ല എന്ന് തോന്നുന്ന ചില നിയമങ്ങൾ കാരണമാണ് മുഖ്യമായും ഞാൻ മതം വിടുന്നത്. കാരണം ഒരു സ്ത്രീയെ പിന്നെ ഇസ്ലാം മതം കാണുന്നത് പുരുഷന്റെ പാതിയായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും. അത് 2 സ്ത്രീകളാണ് ഒരു പുരുഷന് ഈക്വൽ ഉള്ളൂ. അപ്പോ അതെല്ലാ കാര്യങ്ങളിലും അതെ, സക്സഷനിലും അതെ. അപ്പോ അങ്ങനെ വരുമ്പോ അതെങ്ങനെയാ ബാധിക്കുക എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടെങ്കിൽ മകന് കിട്ടുന്നതിന്റെ പാതിയാണ് മകൾക്ക് കിട്ടുള്ളൂ സക്സഷനിൽ. ഇതേ തുല്യ അവകാശങ്ങളിൽ സ്ത്രീയും പുരുഷനും എവിടെയൊക്കെ വരുന്നുണ്ടോ, ഏതെല്ലാം, അതായത് മാതാവ് പിതാവ് എന്നുള്ള ഒരു നിയമത്തിലാണ് ഒരു അവകാശി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പിതാവിന് കിട്ടുന്നതിന്റെ നേരെ പകുതിയാണ് മാതാവിന് കിട്ടുള്ളൂ. ഭാര്യ ഭർത്താവ് എന്ന ഒരു പൊസിഷനിൽ നിൽക്കുമ്പം ഭർത്താവിന് കിട്ടുന്നതിന്റെ പാതിയാണ് ഭാര്യയ്ക്ക് കിട്ടുള്ളൂ. സഹോദരി സഹോദരൻ എന്ന ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ സഹോദരന് കിട്ടുന്നതിന്റെ പകുതിയാണ് സഹോദരിക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലായിടത്തും 2 സ്ത്രീകൾ കൂടിയാലാണ് ഒരു പുരുഷന് ഈക്വൽ ആവുള്ളൂ. അങ്ങനെ ഒരു നിയമം, ഒത്തിരി അപാകതകളുണ്ട് ഇതിനകത്ത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു മകളാണ്, ഒറ്റ മകളാണ്. അപ്പോ എനിക്ക് എൻ്റെ ഫാദറിനൊരു 100 സെന്റ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെക്കുക, 1 ഏക്കർ. ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എൻ്റെ ബ്രദറും. എൻ്റെ ബ്രദറിന് കിട്ടുക 66 സെന്റാണ്, എനിക്ക് കിട്ടുന്നത് 33 സെന്റാണ്. ഞാനത് ആ 33 സെന്റ് അതുപോലെ തന്നെ നശിപ്പിക്കാതെ, വിൽക്കാതെ, എൻ്റെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാതെ എൻ്റെ മകൾക്ക് പകർന്നു നൽകാൻ, എൻ്റെ കാലശേഷം പകർന്നു നൽകാൻ ഇട്ടാൽ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഈ 33 സെന്റിൽ നിന്ന് 16.5 സെന്റ് വീണ്ടും എൻ്റെ ബ്രദറിന് പോകും. അപ്പൊ അവന് 66 പ്ലസ് ഈ 15 കൂടെ കിട്ടും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ മകൾ ഒരു സ്ത്രീയായി പോയതിനാൽ മാത്രം ഉണ്ടാകുന്ന, ഞാനൊരു സ്ത്രീയായി പോയതിനാലുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടുന്ന 33 സെന്റ്. എനിക്കൊരു മകളായി, മുസ്ലിം സ്ത്രീയായ എനിക്കൊരു മകളായി ജനിച്ചത് കൊണ്ട് മാത്രം എൻ്റെ മകൾക്ക് കിട്ടുന്ന ഒരു ശിക്ഷയാണ് എൻ്റെ സ്വത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന 16.5 സെന്റ്. അപ്പൊ ഇത് എനിക്ക് കാരണം സാധാരണ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യനോ ഇത് ബാധകമല്ല. എൻ്റെ അപ്പൻ്റെ സ്വത്തിൽ നിന്ന് 100 സെന്റിൽ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിന് 50 സെന്റ് കിട്ടും, എനിക്കും 50 സെന്റ് കിട്ടും. അതുവഴി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് അതുവഴി 50 കിട്ടും, ഞാൻ ഹിന്ദുവോ ക്രിസ്ത്യനോ ആണെങ്കിൽ. ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യനോ കിട്ടുന്ന ക്രിസ്ത്യൻ കുട്ടിക്കോ കിട്ടുന്ന 50 സെന്റിൽ നിന്നാണ് എൻ്റെ മകൾക്ക് അത് 16.5 സെന്റായി മാത്രം മാറുന്നത്. അതായത് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് കിട്ടും, എനിക്ക് ശിക്ഷയുണ്ട്. എൻ്റെ മകൾ സ്ത്രീ ആയതുകൊണ്ട് അവളെ ശിക്ഷിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ ഫാദർ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചു പോവുകയാണ്. എൻ്റെ ഫാദർ ജീവിച്ചിരിക്കെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഫാദറിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്നും തന്നെ എൻ്റെ മകൾക്ക് കിട്ടില്ല. കിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്കൊരു 10 സെന്റ് പ്രോപ്പർട്ടിയും ഒരു ഷോപ്പും ഒക്കെ ഉണ്ട്. അതിന്റെ 5/1 എൻ്റെ ഫാദറിന് പോവുകയും ചെയ്യും. ഫാദറിന്റെ 1 ഏക്കർ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടൂല എന്ന് മാത്രമല്ല, എൻ്റെ 10 സെന്റിൽ നിന്ന് 5/1 ഫാദറിന് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഈ അനാഥ സംരക്ഷണം എന്നുള്ള ഇസ്ലാമിന്റെ പുറത്ത് കയറിയുള്ള ഒരു കൂവലാണ്. എപ്പോഴും അനാഥകളെ സംരക്ഷിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. എൻ്റെ അനാഥയായ മകളുടെ കയ്യിൽ നിന്ന് 5/1 പിടിച്ചു പറിക്കുകയും ചെയ്യും. ഈ അനാഥയായ കുഞ്ഞിന് എൻ്റെ ഫാദറിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുകയില്ല. ഞാൻ ഈ കേസ് കൊടുക്കാൻ കാരണം എൻ്റെ ഫാദർ വിശ്വാസിയല്ലാത്ത എൻ്റെ ഫാദറിന് എന്നാ ഒരു വില്ല് എഴുതി വെക്കാം, എൻ്റെ മകനും മകൾക്കും തുല്യമായി സ്വത്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മകൾക്കും മകനും ഞാൻ 50 സെന്റ് എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു
പകുതി, അവൾ ഒന്നിനും കുറവല്ല. കാരണം ആളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പം എനിക്ക് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ബില്ല് എഴുതി വെക്കാന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഡയറക്റ്റ് അവകാശികൾക്ക് ബില്ല് എഴുതാൻ പറ്റൂല. അപ്പുറത്തെ വീട്ടിലെ ബാബു ചേട്ടനോ ഇപ്പുറത്തെ ശങ്കരൻ ചേട്ടനോ അല്ലെങ്കിൽ അപ്പുറത്തെ ദേവസ്വ ചേട്ടനോ ഒക്കെ എന്റെ ഡാഡിക്ക് 3-1 വരെ ബില്ല് എഴുതാം. 33 സെന്റ് വേണമെങ്കിൽ അപ്പുറത്തെ ശങ്കരൻ ചേട്ടൻ എഴുതാം, അപ്പുറത്തെ ദേവസ്വ ചേട്ടൻ എഴുതാം, അല്ലെങ്കിൽ വീട്ടിലെ സർവന്റിന് എഴുതാം, ആർക്ക് വേണമെങ്കിലും എഴുതാം. ആ 33 സെന്റെങ്കിലും എനിക്ക് എഴുതി തരാൻ പറ്റില്ല. ഡയറക്റ്റ് നേരെ അവകാശികൾക്ക്. ഇപ്പൊ എനിക്ക് എന്റെ അപ്പനെ എഴുതി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, അതെന്റെ അപ്പനെ എനിക്ക് എഴുതി കൊടുക്കണമെന്ന് വിചാരിച്ചാലും എന്റെ അവകാശിയാണ് എന്റെ അപ്പൻ. അപ്പനും എഴുതാൻ പറ്റില്ല, എനിക്ക് എന്റെ മകൾക്കും എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ മതം വിട്ടത് ഇത്തരം നിയമങ്ങൾ കാരണമാണ്. പക്ഷെ ഞാൻ മതം വിട്ടാലും എന്നെ ഈ മതം വിടുന്നില്ല. നിങ്ങൾ അവിടെ പിടിച്ചു, ഇപ്പൊ നമ്മൾ ഈ ഇവിടെ നിന്നാ മതി, നിങ്ങൾ ഈ നിയമം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് വെക്കുകയാണ്. ഈ മതം വിട്ടവരെ വിടൂല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആനക്കയം സെയ്ദ് മുഹമ്മദ്. അദ്ദേഹം മതം വിട്ടു. എന്നെ നിങ്ങൾ പള്ളിക്കാടി കൊണ്ട് ഇടണ്ടായെന്ന് അദ്ദേഹം എഴുതി വെച്ചു. മക്കളോട് പറഞ്ഞു, സുഹൃത്തുക്കളോട് പറഞ്ഞു, എല്ലാരോടും പറഞ്ഞു. എന്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അടക്കണം. ഇവരെല്ലാരും കൂടെ അദ്ദേഹത്തെ ഇത്രയും കാലം നീ എന്തിനെ നിരാകരിച്ചോ ആ ഇത് കേട്ട് നീ ഈ പള്ളിക്കാട്ടിൽ കിടക്കൂ എന്ന് പറഞ്ഞ് അവരുടെ ഒരു വലിയ വിജയമാണ് അത്. അവരത് കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ അവരുടെ എല്ലാ 5 നേരത്തെ നമസ്കാരവും ബാങ്കും ഒക്കെ കേട്ട് അദ്ദേഹം അവിടെ കിടക്കുകയാണ്. ഒരു വിധത്തിൽ അവരുടെ വിജയവും അവരുടെ പരാജയവുമാണ്, ഒരു വിധത്തിൽ യുക്തിവാദികളുടെ വിജയവും യുക്തിവാദികളുടെ പരാജയവുമാണ്. ഇദ്ദേഹം എന്തെങ്കിലും ഒരു കാരണത്താൽ എന്നെ പള്ളിക്കാട്ടിൽ തന്നെ അടക്കണമെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇവരത് മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ സമ്മതിച്ചേനെ. അങ്ങനെ ഇപ്പൊ നീ പള്ളിക്കാട്ടിൽ കിടക്കണ്ടെന്ന് പറഞ്ഞേനെ. അപ്പോ എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങള് നിങ്ങൾ പള്ളിക്കാട്ടിൽ അടക്കണമെന്നൊന്ന് ഒരു വസിയത്ത് എഴുതി വെച്ച് നോക്ക്. എന്നെ ഇന്ന പള്ളിയിൽ എന്റെ ഉമ്മാടെ ഉപ്പാടെ അടുത്ത് അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ തൊട്ടടുത്ത് ദയവായി നിങ്ങളൊന്ന് അടക്കുമെന്നൊരു ബില്ല് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ മെഡിക്കൽ കോളേജിൽ പോവാം. അതല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്ന് നിങ്ങൾ ബില്ല് എഴുതി വെച്ചാൽ ഇവരൊരിക്കലും നിങ്ങളുടെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കൂല. അങ്ങനെ പോകാൻ പോകണ്ട, ഇവിടെ കിട എന്ന് പറഞ്ഞാൽ അവരിവിടെ കിടത്തും. അതാണ് ആനക്കയം സെയ്ദ് മുഹമ്മദിന്റെ കാര്യത്തിലുണ്ടായത്. അപ്പം അടുത്ത നമ്മൾ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമവും യുദ്ധം അതാണ്. ഒരാൾക്ക് ജീവിച്ചിരിക്കെ ഒരു മനുഷ്യാവകാശമുണ്ട്, മനുഷ്യാവകാശമുണ്ട്. നമ്മുടെ ബോഡി, നമ്മുടെ മരണം എങ്ങനെ, മരണാനന്തരം എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു മനുഷ്യാവകാശമുണ്ട്. അത് ആ മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യന് മനുഷ്യാവകാശം ഇല്ലാതാകുന്നില്ല. അപ്പൊ അത് അടുത്ത നിയമയുദ്ധമാണ്. അത് നമ്മള് ഇനിയും, കാരണം ആനക്കയം സെയ്ദ് മുഹമ്മദിന്റെ മരണത്തോടുകൂടി നമ്മൾ ഇനി താമസിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്റെ ആഗ്രഹം മെഡിക്കൽ കോളേജിൽ പോകണം എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിന് കൊടുക്കണം. എന്റെ ശരീരത്തിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം എടുക്കാം, കണ്ണെടുക്കാം, വൃക്ക എടുക്കാം, എന്തും എടുക്കാം. എന്നിട്ട് മെഡിക്കൽ കോളേജിലെ പിള്ളേർ പഠിക്കട്ടെ. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് പള്ളിക്കാട്ടിൽ അടക്കണമെന്ന് എഴുതി വെച്ചാലേ, അങ്ങനെ ഒരു വസിയത്ത് എഴുതി വെച്ചാലേ ഇവര് മെഡിക്കൽ കോളേജ് കൊടുക്കുള്ളൂ. അപ്പൊ അടുത്ത നിയമയുദ്ധം അതായിരിക്കും, അതാവേണ്ടിയിരിക്കുന്നു നമുക്ക്. നമ്മളെ അത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു ചോദിച്ചാല്, ഒരു വിദേശത്തൊക്കെ ഫ്യൂണറൽ കമ്പനീസ് ഉണ്ട്. അപ്പൊ ഇവിടെയും അതുപോലൊരു ഫ്യൂണറൽ കമ്പനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ എഴുതി വെക്കണം, എന്റെ ഇന്ന ഫ്യൂണറൽ കമ്പനിക്ക്, അവർക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ മരിച്ചാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഫ്യൂണറൽ കമ്പനിക്ക് കൊടുക്കുക. അവര് അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒന്നും കിട്ടില്ല, അത് ഫ്യൂണറൽ കമ്പനിക്ക് പോകും എന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന് പോകുമെന്നോ ഒക്കെ എഴുതി വെക്കേണ്ട ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അങ്ങനെ എഴുതി വെക്കാൻ പറ്റിയ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹപ്രകാരം മരണാനന്തരം നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലപ്പോൾ നടന്നേക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അത് എൻ്റെ ഒരു ചെറിയ കുഞ്ഞു ബുദ്ധിയിൽ ഉദിച്ചൊരു ഐഡിയയാണ്. എനിവേ, വിഷയത്തിലേക്ക്.
എല്ലാ മതങ്ങളും പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളെയാണ് ഇത് മതങ്ങള് ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു ടൂളായിട്ടാണ് ഈ മതങ്ങളെ പുരുഷന്മാർ ഉപയോഗിക്കുന്നത്. സ്ത്രീകൾ ഉണ്ടാക്കിയ ഒരു മതം ഇല്ല, പുരുഷന്മാരുണ്ടാക്കിയ മതങ്ങളാണ് ഇവിടെ മുഴുവനുള്ളത്. അപ്പോ സ്ത്രീകൾ മതം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരുപക്ഷെ കുറച്ചുകൂടെയൊക്കെ ഒരു സ്നേഹവും ആർദ്രതയൊക്കെ ഉള്ള മതങ്ങൾ ഉണ്ടാവുമായിരുന്നിരിക്കാൻ ചിലപ്പോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മതങ്ങൾക്ക് ഒരാളുടെ ജീവിതം ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളിലും മതം ഇടപെടുന്നുണ്ട്. ഒരാള് എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, മരിച്ചാൽ എന്തായിരിക്കും, എങ്ങനെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കണം, എപ്പോ വിവാഹം കഴിക്കണം, ഇനി ഓക്കെ വിവാഹം കഴിച്ചു, ഇനി അതെങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എങ്ങനെ വിവാഹമോചനം ചെയ്യും, ഇതൊക്കെ മതമാണ് പറയുന്നത്. ഇതിനൊക്കെ മതമുണ്ട്. ഓരോ മതത്തിനും ഓരോരോ നിയമങ്ങളുണ്ട്. വിവാഹമോചനം, പിന്നെ കുട്ടികളുടെ കസ്റ്റഡി, ഇനി അവർക്ക് ചെലവിന് കൊടുക്കണോ വേണ്ടയോ, ഇതൊക്കെ മതമാണ് പറയുന്നത്. ആ മതം അനുസരിച്ചാണ് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എല്ലാ മതങ്ങളും വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത്. അതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസിൽ ഓരോ മതത്തിനും ഓരോ നിയമങ്ങളാണ്. അതായത് ഒരു വ്യക്തിയെ, ഒരു ഇന്ത്യയിലെ ഒരു പൗരനെ ജാതിയോ മതമോ വർഗമോ ലിംഗമോ വ്യത്യാസമില്ലാതെ തുല്യരായി കാണണം എന്ന് പറയുന്ന ഒരു ഭരണഘടനയുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ആരെ എങ്ങനെ വിവാഹം ചെയ്യണം, എങ്ങനെ വിവാഹമോചനം ചെയ്യണം എന്നൊക്കെ മതങ്ങൾ തീരുമാനിക്കുന്നത്. മതത്തിന് അനുസൃതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സംഗതികളും തീരുമാനിക്കപ്പെടുന്നത്. അതേസമയം നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഭരണഘടന പറയുന്നുണ്ട്, ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം പറയുന്നുണ്ട് എല്ലാവരും ഈക്വൽ ആണ്, നിയമത്തിന്റെ മുൻപിൽ ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് 12 മുതൽ 35 വരെയാണ്. 12 മുതൽ 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിനകത്ത് തന്നെ റൈറ്റ് ടു ഈക്വാലിറ്റി പറയുന്നത് 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. ആർട്ടിക്കിൾ 14 പറയുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് അതായത് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. ഇത് വെച്ചിട്ട് ഒരു പൗരനെയും സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ജെൻഡർ വെച്ചിട്ടോ, നിങ്ങളുടെ മതം വെച്ചിട്ടോ, നിങ്ങളുടെ റേസ് വെച്ചിട്ടോ, കാസ്റ്റ് വെച്ചിട്ടോ ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 25 അത് നമ്മുടെ ഈ കേസിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഞാനിപ്പോ ഇസ്ലാം മതം വിട്ടവർക്ക് മുസ്ലിം വ്യക്തി നിയമം ബാധകമാക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കേസിനകത്ത് ആർട്ടിക്കിൾ 25 വ്യക്തമാക്കി എൻ്റെ വക്കീൽ എടുത്ത് പറഞ്ഞിരുന്നു. അതെല്ലാം വന്ന ഇതിലും എല്ലാ ന്യൂസുകളിലും അത് വന്നിരുന്നു. അത് ആർട്ടിക്കിൾ 25 പറയുന്നത് എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ subject to public order, morality and health, and to the other provisions of this part, and to subject to other provisions of this part. അതായത് പാർട്ട് 3 പറയുന്ന 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന് സബ്ജക്റ്റ് ആണ്. അതായത് ആർട്ടിക്കിൾ 25 വേറെ ഏതെങ്കിലും പൗരാവകാശത്തെ ഹനിക്കും വിധം നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ
ആർട്ടിക്കിൾ 14 15 പറയുന്ന ഈക്വാലിറ്റിയെ ഹനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ല. സബ്ജക്റ്റ് ടു അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അപ്പോ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും ശബരിമല വിധി. ഈ ശബരിമല വിധിക്കകത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുന്നുണ്ട്. ജസ്റ്റിസ് ചന്ദ്രചൂഡായിരുന്നു നമ്മുടെ ഈ കേസ് കേട്ടത്. അപ്പം ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 25 റൈറ്റ് ടു ഫ്രീഡം ടു ബിലീവ് ഓർ നോ എന്ന് പറയുന്നുണ്ട്. ഫ്രീഡം ടു ബിലീവ്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 25 എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് ചന്ദ്രചൂഡ് ആ വിധിക്കകത്ത്, അതായത് ശബരിമല വിധിക്കകത്ത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 തരുന്നുണ്ട് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 25 പ്രകാരം ഒരു മതം വിട്ട ആളാകുമ്പോൾ നമുക്കുമുണ്ട് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. അവരെപ്പോഴും മതവാദികൾ പറയുന്നത് ആർട്ടിക്കിൾ 25 ഞങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, അതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ വേണം. ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിനകത്ത് ഉള്ളതാണ് മുസ്ലിം വ്യക്തി നിയമം എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടാണ് അവർ വിശ്വാസ സ്വാതന്ത്ര്യം വേണമെന്ന് അവർ വാദിക്കുന്നത്. ആർട്ടിക്കിൾ 25 വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മുടെ പരമോന്നത നീതി പീഠം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കും റൈറ്റ്സ് ഉണ്ട്, മനുഷ്യാവകാശങ്ങളുണ്ട്, അല്ലെ? ഈ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടന എഴുതിയ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മുടെ രാജ്യത്ത് ഈ മതങ്ങളിൽ പലതും ഉണ്ടാവും. ഒരു ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും മതങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. അതിൽ പലതും ഉണ്ടാവും. അതെല്ലാം അതുപടി നിലനിർത്തണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ നമുക്ക് സോഷ്യൽ റിഫോംസ് സാധ്യമല്ല. മതങ്ങളിലുള്ള എല്ലാ നിയമങ്ങളും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു സോഷ്യൽ റിഫോംസ് സാധ്യമല്ല. നമുക്ക് സോഷ്യൽ റിഫോം ആണ് നമ്മുടെ ഒരു പരിഗണനയിലുള്ളത്, നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് മതങ്ങളിലെ എല്ലാ നിയമങ്ങളും അതുവഴി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 14 15 വകുപ്പുകൾ പ്രകാരം അവൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈക്വാലിറ്റിയെ ഹനിക്കുന്നതാണ് മുസ്ലിം പേഴ്സണൽ ലോ. ആ ഗ്രൗണ്ടിലാണ് നമ്മൾ ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയുടെ കേസിനകത്ത് കക്ഷി ചേരുന്നത്. കാരണം 14 15 അനുച്ഛേദ പ്രകാരം ഈക്വൽ സ്റ്റാറ്റസ് എനിക്കുമുണ്ട്. അപ്പോൾ അത് വേണമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കിട്ടൂല്ലോ എന്ന് അറിഞ്ഞൂടാ. സ്ത്രീ എന്ന വിഷയം ഇസ്ലാമിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് സ്ത്രീ. എന്ത് ധരിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ കുളിക്കണം, എത്രത്തോളം ശബ്ദമുയർത്തി സംസാരിക്കാം, നമ്മുടെ ശബ്ദത്തിന്റെ ഡെസിബൽ എത്രത്തോളം ഉയരാം, എത്രത്തോളം ചിരിക്കാം, പിന്നെ നമ്മള് സുഗന്ധദ്രവ്യം എവിടെ പൂശാം, സുഗന്ധദ്രവ്യം പൂശി പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീ വേശ്യയാണെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. ഇസ്ലാമിലെ സ്ത്രീയുടെ ചർച്ച എന്ന് പറഞ്ഞാല് സ്വന്തം ഭർത്താവിന് എത്രത്തോളം ആകൃഷ്ടയായിരിക്കണോ, അതായത് ഭർത്താവിന്റെ മുമ്പിൽ സ്ത്രീ അങ്ങേയറ്റം ആകൃഷ്ടയായിരിക്കുമ്പോഴും മറ്റ് പുരുഷന്മാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതൊക്കെയാണ് സ്ത്രീയെ സംബന്ധിച്ച്. അതായത് ഇസ്ലാമിലെ ഏറ്റവും വലിയ ചർച്ച സ്ത്രീയാണ്. അതിനകത്ത് പെടുന്ന ഒരു മെയിൻ കാര്യം, ചില പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണിത്. പിന്നെ അനുസരണക്കേട് കാണിക്കും, ഖുറാനിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകമാണ് അനുസരണക്കേട്. സ്ത്രീ, നിങ്ങളുടെ ഭാര്യ അനുസരണക്കേട് കാണിക്കും എന്ന് ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ഭർത്താവിന് അവളെ എങ്ങനെ ശിക്ഷിക്കാം, എങ്ങനെ തല്ലാം? അനുസരണക്കേട് കാണിക്കാനല്ല, കാണിച്ചാലല്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെട്ടാത്തല്ല. അപ്പോ തിരിച്ച് ഭർത്താവ് നമുക്ക് എന്തെങ്കിലും ഒരു നിയമപരമായോ അല്ലെങ്കിൽ എന്തെങ്കിലും
ഒരു വ്യക്തികൾക്ക്, രണ്ട് പാർട്ട്നേഴ്സിന് പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ ഇസ്ലാമിൽ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കള്ളുകുടി. കള്ളു കുടിച്ചു വന്നിട്ട് ഭാര്യയെ എടുത്തിട്ടടിക്കുന്ന ഭർത്താവിനെ തിരിച്ചടിക്കാൻ നമുക്ക് നിയമമില്ല. മറ്റത് നിങ്ങൾ എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കും എന്ന് ഭയപ്പെട്ടാത്തല്ലാം എന്നുണ്ട്. അതേസമയം ഇസ്ലാമിൽ ഇപ്പൊ ഭാര്യ സാധാരണ പറയും, ഉമ്മാടെ കാൽപാദങ്ങൾക്കടിയിലാണ് നിങ്ങളുടെ സ്വർഗം എന്ന് പറയും. അതെ, മാതാവിന്റെ കാൽപാദങ്ങൾക്കടി, മാതാവിന് വളരെയധികം, സ്ത്രീക്ക് വളരെയധികം ഭയങ്കര എന്താ പറയാ, വലിയ ദർജ കൊടുത്തിട്ടുള്ള ഇതാണ്. അതുകൊണ്ടാണ് മാതാവിന്റെ കാൽപാദങ്ങൾക്കടിയിലാണ് സ്ത്രീയുടെ സ്വർഗം എന്ന് പറയുന്നത്. അപ്പം ഈ ഭാര്യയുടെ സ്വർഗം എവിടെയാണ്? അത് ഭർത്താവിന്റെ കാൽപാദങ്ങൾക്കടിയിലാണ്. കാരണം ഉമ്മ മരണക്കിടക്കയിലായാൽ പോലും ഭർത്താവിന്റെ അനുവാദം ഇല്ലെങ്കിൽ സ്ത്രീക്ക് പോയി കാണാൻ പറ്റൂല. അപ്പൊ സ്ത്രീയുടെ സ്വർഗം എവിടെയാണ്? ഭാര്യയുടെ സ്വർഗം എവിടെയാണ്? ഭർത്താവിന്റെ കാൽപാദങ്ങൾക്കടിയിലാണ്. അത്രയ്ക്കും ഉന്നതമായ ഒരു കുറച്ച് സ്റ്റാറ്റസ് ഉള്ളതാണ് സ്ത്രീ ഇസ്ലാമില്. ഇത് 1400 വർഷം പഴക്കമുള്ള ഇസ്ലാമോ 2000 വർഷം പഴക്കമുള്ള ക്രിസ്ത്യാനിറ്റിയോ ഇനി അതിലും പഴക്കമുള്ള ഹിന്ദുസോ ഒന്നും തന്നെ സ്ത്രീയെ തുല്യ വ്യക്തികളായി കണക്കാക്കിയിട്ടില്ല. സ്ത്രീകളും തുല്യ വ്യക്തിയാണ് എന്ന് ഒരു ആശയമൊക്കെ വരാൻ തുടങ്ങിയത് നമ്മുടെ നേരത്തെ ആശ വക്കീൽ പറഞ്ഞ UDHR വന്നതിന് ശേഷമാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് 1948 അത് വന്നത്. 1948 ഡിസംബർ 10 വന്ന ഒരു സംഭവമാണ് UDHR വന്നതിന് ശേഷമാണ് എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു ആശയമൊക്കെ ഈ ലോകത്ത് പിന്നെ വന്നു തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം 1950 എഴുതിയതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ബാബാ സാഹേബ് അംബേദ്കർ എഴുതുമ്പോൾ ഈ UDHRലെ നിയമങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിൽ വെച്ച് എഴുതിയത് കൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഇന്നിപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിൽ എനിക്കിതൊക്കെ തന്നിട്ടുണ്ട് എന്ന്, എനിക്ക് ഇന്ന അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോ ഇസ്ലാമിനെ മാത്രം കുറ്റം പറയണ്ട. കാരണം ഹിന്ദു സ്ത്രീകൾക്ക് 1950 ഹിന്ദു കോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ 1950 നിലവിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഹിന്ദു കോഡ്, അതിനുശേഷം ബാബാ സാഹേബ് അംബേദ്കർ ഹിന്ദു കോഡ് എഴുതുമ്പോൾ ഹിന്ദു സഹോദരിമാർക്ക് അടുത്ത് ജസ്റ്റിസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഹിന്ദു കോഡ് എഴുതിയപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. ഒടുവില് എന്താ പറയാ, അതിനകത്ത് പുരുഷന്മാരായ നമ്മുടെ പണ്ടത്തെ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും എതിരഭിപ്രായം പറയുകയും ഒടുവിൽ അംബേദ്കർക്ക് രാജിവെച്ച് പോകേണ്ടി വരികയൊക്കെ ചെയ്തൊരു ഒരു സീൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഈ ഹിന്ദു കോഡിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ശേഷം നമ്മുടെ ഹിന്ദു കോഡുമായിട്ട് ബന്ധപ്പെട്ട് അംബേദ്കർക്ക് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിവിടെ പറയും നമ്മളിവിടെ കാണുന്ന ഹിന്ദു എന്നുള്ളത് ഈ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഹിന്ദു അല്ല. നോർത്ത് ഇന്ത്യൻ ഹിന്ദു സ്ത്രീകൾക്ക് മുഴുവനായിട്ടും 2005 സ്ത്രീകൾക്ക് മുഴുവനായും ഇന്നത്തെ പോലെ ഈക്വലായി സ്വത്തവകാശം കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് നായർ സക്സഷൻ ആക്ട്, പിന്നെ ഈഴവ സക്സഷൻ ആക്ട്, അങ്ങനെയുള്ള ആക്ടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റേത് നോർത്ത് ഇന്ത്യൻ ഹിന്ദു ആക്ട് ആയിരുന്നെങ്കിൽ നമ്മളും കഷ്ടപ്പെട്ടു പോയേനെ. എന്താ വെച്ചാല് അതിനകത്തും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്വത്തവകാശമൊന്നുമില്ല. അത് 2005 മറ്റോ വന്ന ഒരു നിയമപ്രകാരമാണ്. ആ നിയമത്തിന് ശേഷമാണ് ഹിന്ദു സ്ത്രീകൾക്ക് മുഴുവനായിട്ടും ഇന്നത്തെ ഉള്ള നിലയിൽ അത് ശരിയായ ഈക്വാലിറ്റി എന്ന ഇതിനകത്ത് അവർക്ക് സ്വത്തവകാശം കിട്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്വത്തവകാശ ഫൈറ്റിനകത്ത് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ എടുത്തു പറയുന്ന ഒരു പേരാണ് മേരി റോയ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ മേരി റോയുടെ കേസ് എന്താന്ന് വെച്ചാല് ട്രാവൻകൂർ സക്സഷൻ ആക്ട് 1916 ട്രാവൻകൂർ സക്സഷൻ ആക്ട് പ്രകാരം ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ലായിരുന്നു.
അപ്പോൾ മേരി റോയുടെ ഫൈറ്റിന് ശേഷം 1986 ഈ നിയമം എടുത്തു കളയുന്നത്. അതിനുശേഷം ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ട്രാവൻകൂറിലുള്ളത്. ട്രാവൻകൂർ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രാവൻകൂർ സക്സഷൻ ആക്ട് എന്ന് പറയുമ്പോൾ ഇവര് മദ്രാസ് പ്രജകൾക്ക്, അപ്പുറത്തേക്കുള്ള മദ്രാസ് പ്രജകൾക്ക് അത് ബാധകമായിരുന്നില്ലായിരിക്കാം. അവർക്കൊക്കെ ഇന്ത്യൻ സക്സഷൻ, ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ബാധകം. അപ്പോൾ ഈ ട്രാവൻകൂർ സക്സഷൻ ആക്ട് എല്ലാവരും ഇപ്പം നമ്മൾ ഈ ഫൈറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പം മേരി റോയ് പോയിട്ട് അവർക്ക് വേഗം കിട്ടിയല്ലോ, അപ്പൊ നിങ്ങൾക്കും കിട്ടും എന്ന് പറയും, നിങ്ങൾക്കും കിട്ടും, പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ കോടതിയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ട്രാവൻകൂർ സക്സഷൻ ആക്ട് എടുത്തു കളയാൻ എളുപ്പമായിരുന്നു. അത് എടുത്തു കളഞ്ഞപ്പോൾ പകരം വെക്കാൻ അവിടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനികൾക്ക്, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമായിരുന്നു. ട്രാവൻകൂർ പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് വേഗം എടുത്തു കളയാൻ പറ്റി. അതേസമയം മുസ്ലിം വ്യക്തി നിയമം എടുത്തു കളയണമെങ്കിൽ പകരം വെക്കാൻ ഒരു മുസ്ലിം നിയമം അവിടെ ഇല്ല. മുസ്ലിംസിന് എന്ന് പറഞ്ഞിട്ടൊരു നിയമം അവിടെ ഇല്ലാത്തത് കൊണ്ട്, കാരണം വോയിഡ് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ നിയമം പിന്നെ ഭരണഘടന അനുസൃതമല്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്താലും പകരം വെക്കാനൊരു നിയമം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം. അപ്പോൾ പകരം വെക്കാനൊരു നിയമം ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യാം? എന്താണ് കോടതി പറയണം, ഇവിടെ ഒരു നിയമമില്ല, അതുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കണം. ആരുണ്ടാക്കണം? നിയമം ഉണ്ടാക്കാൻ അവകാശമുള്ളത് ഒന്ന് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ്. അപ്പോ ഈ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ഖുറാൻ സുന്നത്ത് സൊസൈറ്റി കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുപ്രീം കോടതി, കേരള ഗവൺമെന്റ് അതിനകത്ത് കക്ഷിയാണ്, സെൻട്രൽ ഗവൺമെന്റ് കക്ഷിയാണ്, അവർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. അപ്പോൾ കേരള ഗവൺമെന്റ് പലതവണ, അതായത് ഇതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുമൊക്കെ ഇവർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴുള്ള LDF സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവരോട് ഒരു അഭിപ്രായം വീണ്ടും ചോദിച്ചു, ഒരു അഫിഡവിറ്റ് ചോദിച്ചപ്പോ നമ്മുടെ കേരള സർക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, നമ്മുടെ തലയെക്കെട്ടും തടിയൊക്കെയുള്ള തടിയുള്ളവരെയും തലക്കെട്ടുകാരെയൊക്കെ അവർക്ക് പിടിക്കുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്തു, മുസ്ലിം മത നേതാക്കളെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിച്ചു. അവരെല്ലാരെയും വിളിച്ചു വരുത്തി അഭിപ്രായം ചോദിച്ചു. പുരുഷന്മാരായ മത നേതാക്കളോട് നിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കാൻ, തുല്യ സ്വത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ നാച്ചുറലി അവരെന്ത് പറയും? ശരിയാ ലോയില് നിങ്ങൾക്ക് ഇടപെടാൻ അവകാശമില്ല, ശരിയാ ലോയൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാൻ അവകാശമില്ല, അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിലൊരു വാർത്ത വന്നു. ആ പത്രവാർത്തയാണ് പിന്നീട് മുസ്ലിം വിമൻസ് ജെൻഡർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാകാൻ കാരണം. ആ പത്രവാർത്ത വന്നപ്പോൾ എൻ്റെ ഗുരുനാഥ ആയ, കാരണം ഞാൻ BCom ഫെയിൽഡ് ആണ്, അപ്പോൾ എന്നെ ഈ നിയമങ്ങൾ അത്യാവശ്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് TG അജിത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോ കോളേജിൽ നിന്ന് റിട്ടയർ ആയ പ്രിൻസിപ്പളാണ് TG അജിത. അപ്പൊ പുള്ളിക്കാരി എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ട് നീ കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോൾ ശരിയാണ്, അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദീദി എൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ എനിക്കും ഈ വാർത്ത കണ്ടപ്പോൾ ദേഷ്യം വന്നു. സ്ത്രീകളോടോ, സ്ത്രീ സംഘടനകളോടോ, സ്ത്രീ പ്രതിനിധികളോടോ, അല്ലെങ്കിൽ ഈ കേസ് കൊടുത്ത ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയോടോ, അതിനകത്ത് കക്ഷിയായ മുസ്ലിം സ്ത്രീകളുടെ സംഘടനയായ നിസയോടോ ഒന്നും ചോദിക്കാതെയാണ് ഇവർ ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു നിവേദനം കൊണ്ട് കൊടുത്തു കേരള ഗവൺമെന്റിന്. സ്ത്രീകളെയും കൂടെ കേൾക്കണം, എന്തെങ്കിലും ഇന്ന പ്രശ്നങ്ങൾ സ്ത്രീകളെയും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നിവേദനം കൊണ്ട് കൊടുത്തപ്പോൾ എനിക്കതിന് മറുപടി കിട്ടി. നിവേദനം കൊണ്ട് കൊടുത്തത് ഞാൻ അന്നേരം ഒരു 10-36 സ്ത്രീകളെ സംഘടിപ്പിച്ചു. ഇതിനകത്ത് ഒന്ന് ഒപ്പിടാവോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പേടിയാ. എല്ലാവർക്കും അഭിപ്രായമുണ്ട്, തുല്യ സ്വത്ത് കിട്ടണമെന്നൊക്കെ അഭിപ്രായമുണ്ട്. ന്യൂസ് 18 ചാനൽ ആ ഇടയ്ക്ക് ഒരു സർവേ നടത്തിയിരുന്നു, ഇന്ത്യ മുഴുവൻ ഒരു സർവേ നടത്തിയിരുന്നു. അതിനകത്ത് 85% സ്ത്രീകളും പറഞ്ഞത് തങ്ങൾക്ക് തുല്യ സ്വത്ത് അവകാശം വേണമെന്നാണ്. മുസ്ലിം സ്ത്രീകൾ, ഇന്ത്യയിലെ 85% സ്ത്രീകളും പറഞ്ഞത് തുല്യ സ്വത്ത് അവകാശം ഉണ്ടെന്നാണ്. ഞാൻ ഇതിനകത്ത് ഒരു 10-300 ഒപ്പെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങി. എനിക്ക് 36 ഒപ്പാണ് കിട്ടിയത്. അത് കിട്ടാൻ ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പെണ്ണുങ്ങളെ സംഘടിപ്പിക്കേണ്ടി വന്നു. എല്ലാവർക്കും പേടിയാണ്. ഇതിനകത്ത് ഒരു നിവേദനത്തിന്, സ്ത്രീകളെ കൂടെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ ഒരു നിവേദനത്തിനകത്ത് ഒപ്പിടാൻ പോലും
ആൾക്കാർക്ക് പേടിയാണ്. ആ നിവേദനം കൊണ്ട് കൊടുത്തു. എനിക്ക് അതിന് മറുപടി കിട്ടി. മുസ്ലിം വ്യക്തി നിയമത്തിൽ പരിഷ്കരണം വേണോ വേണ്ടയോ എന്ന് ചോദിക്കേണ്ടത് മുസ്ലിം മത നേതാക്കളോടാണ്. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അങ്ങനെ ഒരു മറുപടി കിട്ടി, സന്തോഷമായി. അതിനുശേഷമാണ് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ശ്രമമാണ്. സുൽത്താനെ വിളിച്ചു, നിസോണ്ട് കൊടുത്തു. ഞാൻ എഴുതിയ നിവേദനത്തിനകത്ത് ഏറ്റവും അടിയിൽ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. ഇത്തരം നിയമങ്ങളിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മതം വിട്ടാലും ഇതേ നിയമം തന്നെയാണ് ഞങ്ങൾക്ക് ബാധകം, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ അതേ നിവേദനം ഈ സെന്റൻസ് മാത്രം മാറ്റി ഓരോരുത്തരായിട്ട് കൊണ്ട് കൊടുത്തു. അതിനുമൊക്കെ എനിക്ക് തന്ന അതേ മറുപടി അഡ്രസ്സ് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ അതിനുശേഷം കൂട്ടായ്മകളുണ്ടായി, സംഘടനകളുണ്ടായി, സമ്മേളനങ്ങളുണ്ടായി. ആരും കക്ഷി ചേർന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വീണ്ടും ഇറങ്ങി. അപ്പം എൻ്റെ കൂടെ ഒരു അവിശ്വാസിയായ സ്ത്രീ മാത്രമാണ് വന്നത്. ബാക്കി 5 സ്ത്രീകളും വിശ്വാസികളായിരുന്നു. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. കാരണം അവിശ്വാസികളായ സ്ത്രീകൾക്ക് പോലും ഇതിനകത്തൊന്ന് ഒപ്പിട്ട് ഈ ഒരു സാധനത്തിനകത്തൊന്ന് ഒപ്പിടാൻ പേടിയുള്ളിടത്ത് 5 വിശ്വാസികളായ സ്ത്രീകൾ എൻ്റെ കൂടെ കൂടി. എനിക്ക് അവരോട് തീരാത്ത നന്ദിയുണ്ട്. കാരണം ആരെയും കിട്ടാനില്ല, ഇതിനകത്തൊരു ഒപ്പിട്ട് ഒന്ന് മുന്നോട്ട് വരാൻ ഒരാളെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ 5 പേര് വിശ്വാസികളും ഒരവിശ്വാസിയായ എൻ്റെ ഒരു സുഹൃത്തും. അങ്ങനെ ഞങ്ങൾ 7 പേര് വീണ്ടും ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കകത്ത് കക്ഷി ചേർന്നു. പിന്നെ ഇപ്പം എനിക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, ഈ അവിശ്വാസികളായ ഈ മതത്തിന്റെ ഇത്തരം അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പുറത്തു വരുന്ന അവിശ്വാസികളായ നമുക്കെങ്കിലും ഒരു ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്തേക്ക് ബാധകമാക്കാനുള്ള ഈ ഫൈറ്റിനകത്തെങ്കിലും എല്ലാവരും കക്ഷി ചേരുക എന്നുള്ളതാണ് ആവശ്യം. എല്ലാവരും വിളിച്ചിട്ട് സഫിയ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ തരാം, പിന്തുണയുണ്ട്, അഭിനന്ദനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി പേര് വിളിച്ചു. കേരളത്തിലെ ചാനലുകളോ പത്രങ്ങളോ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളും വിളിക്കുകയും ഇന്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും പിന്തുണയൊക്കെ അറിയിച്ചു. പൈസ വേണമെങ്കിൽ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ വേണ്ടത് ജെന്യുവിനായ പ്രശ്നങ്ങളുള്ള ആളുകൾ ഇതിനകത്ത് കക്ഷി ചേരുക എന്നുള്ളതാണ്. ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക. എന്തിനാണ് നമ്മൾ പേടിച്ചു നിൽക്കുന്നത്? നമ്മുടെ പേടിയാണ്, നമ്മുടെ ഭയമാണ്, നമ്മൾ അകാരണമായി ഭയക്കുകയാണ്. ഫോബിയാണിത് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് റൈറ്റ് ഉണ്ട്, നമുക്ക് അവകാശമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ അവകാശത്തിന് വേണ്ടിയാണ് പൊരുതുന്നത്. അതിനകത്ത് കക്ഷി ചേർന്ന് എന്നെ സഹായിക്കുക. പണം നമുക്ക് കുഴപ്പമില്ല, പണമല്ല ആവശ്യം, കക്ഷി ചേരാനുള്ള ആളാണ് ആവശ്യം. സോ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.